ഹോണ്ട സിറ്റി ടൈപ്പ് 1ൻ്റെ ബ്രേക്ക് ഷൂ ചേഞ്ചിങ് ആണ്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം തന്നെ വീല് വണ്ടി നിർത്തിയിട്ടിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നെട്ടും ബോൾട്ട് വീലിൻ്റെ ബോൾട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ വണ്ടി ജാക്കി വെച്ച് ഉയർത്തണം. അപ്പോൾ ജാക്കി വെച്ച് ഉയർത്തി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഫുള്ളായിട്ട് വീല് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് അറിയാത്തവർക്ക് കൂടി ഉദ്ദേശിച്ചിട്ടാണ് വീഡിയോ ഇങ്ങനെ ചെയ്യണേ. എളുപ്പം നമ്മൾക്ക് അത്യാവശ്യം ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കിത് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഡ്രമ്മ് റിലീസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും അതിനൊരു ചെറിയൊരു 13ൻ്റെ ഒരു ബോൾട്ട് ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡ്രമ്മ് ഇങ്ങോട്ട് ഊരി പുറത്തേക്ക് പോരും. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ബ്രേക്ക് ഷൂവിൻ്റെ പാഡ് അതിൽ നിന്ന് വിട്ടുപോയി. ഈ ഓടാതിരിക്കണ വണ്ടികൾക്ക് വരുന്ന ഒരു മെയിൻ കംപ്ലൈൻറ്റിൽ ഒന്നാണിത്. ഇത് നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ എടുക്കുമ്പോഴാണ് ഇങ്ങനെ ബ്രേക്ക് ഷൂവിൻ്റെ മുകളിൽ നിന്നുള്ള പാഡ് അതിൽ നിന്ന് വിട്ടുപോകണൊരവസ്ഥ തന്നെ. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ വണ്ടി ചെക്ക് ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു സംഭവം നമ്മൾക്ക് മനസ്സിലായത്. പിന്നെ ബ്രേക്ക് ഷൂ മാറ്റാൻ തീരുമാനിച്ചു. അതിൻ്റെ സ്പെയറൊക്കെ നമ്മൾക്ക് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം സ്പെയറൊക്കെ കിട്ടും. 99 മോഡൽ ഹോണ്ട സിറ്റിയാണ് എങ്കിലും നമ്മൾക്ക് അതിൻ്റെ സ്പെയറൊക്കെ ഇപ്പോഴും അത്യാവശ്യം അവൈലബിൾ ആണ്. ഇതിപ്പോൾ ആലുവയിൽ എനിക്ക് സംഭവം വാങ്ങിക്കാൻ കിട്ടി. തോട്ടുമുഖത്തേക്ക് പോണ റോട്ടിൽ അതിൻ്റെ ഒരു ഷോപ്പുണ്ട്. അവിടെ ഒരു ആക്സസറീസ് സ്പെയർ പാർട്സൊക്കെ ആയിട്ടുള്ള അവിടെ കിട്ടും. അപ്പോൾ നമ്മൾക്ക് ആദ്യം ഈ സ്പ്രിങ് പിന്നെ ബ്രേക്ക് ഷൂവിൻ്റെ ഈ ലോക്ക് പിന്നെ അടിയിലായിട്ടൊരു സ്പ്രിങ്ങും കൂടി വരുന്നുണ്ട്. ഈ സ്പ്രിങ്ങും കൂടി അഴിച്ചാലേ അത് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മുൻപായിട്ട് നമ്മൾ ഈ ബ്രേക്ക് കൂട്ടിയാണ് വെച്ചേക്കണേന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഈ സിലിണ്ടറിൻ്റെ താഴെയായിട്ടൊരു ഒരു ഫൽചക്രം പോലൊരു ഇതുണ്ടാവും. അതതിൻ്റെ ടെൻഷനറാണ്. വീലിൻ്റെ ബ്രേക്ക് കുറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടാനുള്ള അഡ്ജസ്റ്റ് ചെയ്യണ ഒരു സംഭവമാണ്. അപ്പോൾ അത് നമ്മൾ കൂട്ടിയാണ് ഇട്ടേക്കണേന്നുണ്ടെങ്കിൽ നമ്മളത് കുറയ്ക്കണം. കുറച്ചിട്ടതിന് ശേഷമാണ് നമ്മളത് അപ്പോൾ ആ സ്പ്രിങ് കുറച്ചും കൂടി ചെറുതാവും. അതിന് ശേഷമാണ് നമ്മൾ ആ സ്പ്രിങ് അവിടെ നിന്ന് വിടിപ്പിക്കേണ്ടത്. അപ്പോൾ നമ്മൾക്ക് അത്യാവശ്യം കുറച്ച് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വിട്ടു പോകുന്നുള്ളൂ. അങ്ങനെ 2-3 പ്രാവശ്യം ഒന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലോക്കിൽ നിന്ന് അതങ്ങോട്ട് വിട്ടുപോരും. പിന്നെ നമ്മൾക്ക് ആ അഡ്ജസ്റ്റ് ചെയ്യണം, അഡ്ജസ്റ്ററും അതും കൂടി ഊരിയെടുക്കുക. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് സൈഡിൽ ബ്രേക്ക് ഷൂവിൻ്റെ സെൻറ്ററിലായിട്ട് 2 ലോക്ക് തന്നെ ഉണ്ട്. അതൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് ബാക്കിൽ നിന്ന് നമ്മൾക്ക് അത് കൈ കൊണ്ട് തിരിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഊരിയെടുക്കാൻ പറ്റും. പക്ഷെ അത് കൈ കൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അത് അറിയില്ലാത്തവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിന് നല്ലത് ഊരിയെടുക്കാൻ എളുപ്പം പ്ലെയർ വെച്ചിട്ട് ആ ലോക്കൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ ലോക്ക് എൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് വന്നേക്കണ ലോക്ക് ബാക്കിലേക്ക് പോകും. ഫ്രണ്ടിൽ നിന്നുള്ളത് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ബ്രേക്ക് ഷൂ ഇതുപോലെ അവിടെ നിന്ന് വിട്ടുപോരും. ഇത്രയുള്ളൂ, സിമ്പിളാണ്. വലിയ ബലം പിടിച്ച് ചെയ്യേണ്ട പരിപാടിയൊന്നും ഇല്ല ഇതിനകത്ത്. പിന്നെ നമ്മൾക്ക് ആ ഊരിയെടുക്കുന്ന സാധനങ്ങളൊക്കെ അതേ സ്ഥലത്ത് തന്നെ വെക്കണം എന്നുള്ളൊരു ഓർമ്മ വേണം എപ്പോഴും. അതുപോലെ ബ്രേക്ക് ഷൂവിൻ്റെ പഴയ ബ്രേക്ക് ഷൂ മേലാണ് ഹാൻഡ് ബ്രേക്കിൻ്റെ ആ ഒരു വലിക്കണ ഒരു സിസ്റ്റം വന്നത്.
അതിൻ്റെ ഒരു ലിവർ ഉണ്ടാകുന്നില്ല, അത് നമ്മൾ ഊരിയെടുത്തിട്ട് ഈ പുതിയ ബ്രേക്ക് ഷൂവിൽ വെച്ചിട്ട് അത് പിടിപ്പിക്കണം. എന്നാലും നമ്മൾക്കത് അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് നമുക്ക് ഈ പുതിയ ബ്രേക്ക് ഷൂവിൻ്റെ ഒപ്പം കിട്ടാറില്ല. ഇതിപ്പോൾ പുതിയ ബ്രേക്ക് ഷൂ ആണ്. 1100 രൂപയാണ് നമ്മൾ MRP ഉള്ളത്. അപ്പോൾ നമ്മൾക്ക് അതൊരു 950 രൂപയ്ക്ക് അത് കിട്ടി. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ബ്രേക്കൊക്കെ നന്നായിട്ട് ബ്രേക്കൊക്കെ കിട്ടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. വീഡിയോ എടുത്തത് നൈറ്റായിപ്പോയി, പകലാണ്, പക്ഷെ നമുക്ക് സമയം കിട്ടിയില്ല. അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും നമ്മൾ ലൈറ്റൊക്കെ വെച്ചിട്ടാണെങ്കിലും നമ്മൾക്കിപ്പോൾ അത്യാവശ്യം അത് ഊരിയെടുക്കണതും ഫിറ്റ് ചെയ്യണതും കണ്ടാൽ മതിയല്ലോ. അത് നമ്മൾക്ക് ജസ്റ്റ് ആ ലൈറ്റൊക്കെ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അത് വെച്ചിട്ട് ആ ബാക്കിൽ നിന്ന് ഒരു ലോക്ക് തന്നെ ഉണ്ട്, ഒരു ആണി പോലെ. അതിങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് വേണം, ആ കാണാനാണ് ആ ലോക്കിൻ്റെ ആണി. ഇനി എന്നിട്ട് നമ്മൾ ഈ ലോക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങനെ വെച്ചിട്ട് പുഷ് ചെയ്ത് കൊടുക്കണം. പുഷ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് പുഷ് ചെയ്ത് കൊടുക്കുമ്പോൾ ബാക്കിൽ നിന്ന് ആണി ഒന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ലോക്ക് വീണു. സിമ്പിളാണത്. അങ്ങനെ അമർത്തിയിട്ട് തിരിച്ചാൽ മതി. കൈ സ്ലിപ്പായി പോവാതെ നോക്കണത് എന്താ. ഒന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ലോക്കിലേക്ക് വീഴും. അത്രേ ഉള്ളൂ. ഇതേപോലെ തന്നെ റൈറ്റ് സൈഡിലും ഒരു ലോക്ക് തന്നെ ഉണ്ട്. അപ്പോൾ ഇത് വെക്കുമ്പോൾ ബ്രേക്ക് ഷൂ വെക്കുമ്പോൾ മുകളിൽ സിലിണ്ടറിൻ്റെ ആ ഗ്യാപ്പിൽ കറക്റ്റായിട്ട് ഇറങ്ങിയിരിക്കത്തക്ക വിധത്തിൽ മുകളിൽ ഒരറ്റം, അതുപോലെ രണ്ട് സൈഡിലും കറക്റ്റായിട്ട് തന്നെ അത് വെക്കണം. അതിത് അഴിക്കുമ്പോൾ വേറൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയാനായിട്ട്, ആ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഫ്ലൂയിഡൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഒരെണ്ണമായിട്ട് അഴിക്കുമ്പോൾ നമ്മൾ എപ്പോഴും മറ്റേ സൈഡിൽ ഒരു ബലം കൊടുത്ത് അത് തെറിച്ച് പോകാണ്ട് കൂടി നമ്മൾ നോക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ പഴയ ബ്രേക്ക് ഷൂ മേലുള്ള ആ ഹാൻഡ് ബ്രേക്കിൻ്റെ ഒരു ഹാൻഡ് ബ്രേക്ക് വലിക്കുമ്പോൾ ഈ ബ്രേക്ക് ഷൂ വർക്ക് ചെയ്യണ ഒരു ലിവറാണത്. അപ്പോൾ ആ ലിവർ മാത്രം അതിൽ നിന്ന് ഊരിയെടുത്തിട്ട് വേണം നമ്മൾക്ക് പുതിയ ബ്രേക്ക് ഷൂവിലേക്ക് സെറ്റ് ചെയ്യാൻ. ഇത് നമ്മളെ പുതിയ ബ്രേക്ക് ഷൂവിൽ വരുന്നില്ല. അത് കുറച്ച് പഴക്കമുള്ളത് ആയതുകൊണ്ടാണത് കുറച്ച് പോരാനൊരു ബുദ്ധിമുട്ട് കാണിച്ചു. അപ്പോൾ നമ്മളത് WD-40 അടിച്ചു ജസ്റ്റ് ഒന്ന് അനക്കി കഴിഞ്ഞപ്പോഴേക്കും അതൊന്ന് ലൂസായി. അത് ചിറ്റയ്ക്ക് 2 തട്ട് കൊടുത്തപ്പോഴേക്കും അത് ഇളകി പോന്നു. ഇതഴിക്കണതും നമ്മളുടെ പുതിയ ബ്രേക്ക് ഷൂവും സെറ്റ് ചെയ്ത് വെക്കണം, കറക്റ്റായിട്ട് തന്നെ ചെയ്യണത്. മറക്കാണ്ട് ഓർത്ത് തന്നെ അത് നമ്മൾ അഴിക്കണത് പോലെ തന്നെ അപ്പുറത്ത് ഫിറ്റ് ചെയ്യണം. ഒന്ന് ക്ലീനൊക്കെ ചെയ്തിട്ട് അതിനെ അവിടെ കിടന്നോളൂ. ജപ്പാൻ്റെ ഉൽപ്പന്നം ആയതുകൊണ്ട് അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല, തുരുമ്പൊന്നുമില്ല അങ്ങനെ അധികം. അപ്പം നമ്മൾക്കത് നല്ല ക്ലീനൊക്കെ ആക്കിയിട്ട് തന്നെ അവിടെ കിടന്നോളൂ. അതങ്ങനെ അവിടെ വെച്ചിട്ട് നമ്മൾ
പിന്ന് വെച്ചിട്ട് ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുഷ് ചെയ്തിട്ട് ആ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിൽ സെറ്റായി കഴിയും. ആ ലോക്ക് വെച്ചിട്ട് നമ്മൾ പ്ലെയറിനൊന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവും. അല്ലെങ്കിൽ ഇതുപോലെ 2 തട്ട് കൊടുത്താലും അത് ലോക്കിലേക്ക് വീണോളും. അപ്പം അത് അത്രയും ഓക്കെ ആയി. ഈ സ്പ്രിങ് ഒക്കെ കുറച്ച് പഴയതായതുകൊണ്ട് നന്നായിട്ട് ഹാർഡായിട്ടുണ്ട്. അപ്പോൾ അത് വലിച്ചിടാനൊക്കെ ആയിട്ട് നമ്മൾ വലിച്ചിടാനാണ് ഭയങ്കര പ്രയാസമാണ്. കുറച്ച് ബലമൊക്കെ കൊടുക്കണം ആ സ്പ്രിങ്ങൊക്കെ ഒന്ന് ഇട്ട് വരുമ്പോൾ. അത് പുതിയത് വാങ്ങിക്കാൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ച് ഇടാം. ഞാൻ പിന്നെ അത് വാങ്ങിച്ചില്ല, കാരണം ഇത് ഒറിജിനൽ ആയതുകൊണ്ട് ലാസ്റ്റ് ചെയ്യുമായിരിക്കുമല്ലോ എന്ന് ഓർത്ത് ഞാൻ മറ്റൊന്നും വാങ്ങിച്ചില്ല. ഇതിപ്പോൾ നല്ല ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്, എന്നാലും വർക്കിംഗ് പക്കയാണ്. ബ്രേക്ക് പാഡിൻ്റെ നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്ത ആ ലിവറിൽ ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിളാണ് ആ സെറ്റ് ചെയ്യണത്. അത് അടിയിൽ ആ ലിവറിൽ നമ്മൾ ഇതിങ്ങനെ എളുപ്പമാണ്. അത് നമ്മളത് ഊരിയെടുക്കുമ്പോൾ തന്നെ നമ്മൾക്കത് മനസ്സിലാവും. ജസ്റ്റ് നല്ല വെളിച്ചമുള്ളപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ ഒരു ബ്രേക്ക് ഷൂ സെറ്റ് ചെയ്തു, അപ്പുറത്ത് ലോക്കൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ രണ്ടാമത്തെ ബ്രേക്ക് ഷൂ ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവറായിട്ട് കണക്റ്റായി നമ്മൾ സെറ്റാക്കിയിട്ട് കൊണ്ടുവന്നു. ഇപ്പം അത് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം അത് ഇത്തിരി ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ. അത് വെച്ചു. നമ്മളത് ഒരുപാട് പ്രാവശ്യം അവിടുന്ന് സ്പ്രിങ് വന്നേക്കണം. അതുകൊണ്ട് സ്പ്രിങ് പിടിക്കാൻ എളുപ്പമാണ്, പക്ഷെ അത് വലിച്ച് ടൈറ്റ് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ചെറിയൊരു കയറെടുത്തിട്ട്, പ്ലാസ്റ്റിക്കിൻ്റെ കയറെടുത്തിട്ട് ആ ബ്രേക്ക് ഷൂൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കോർത്ത് പിടിച്ചിട്ട് പതിയെ അങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വലിക്കണം. വലിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അങ്ങനെ വെച്ചുകൊണ്ട് വലിക്കരുത്. കൈകൊണ്ട് മുകളിൽ ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് തള്ളി വരുന്ന സിലിണ്ടറിൻ്റെ ഒരൊറ്റ തള്ളി അങ്ങോട്ട് പിടിച്ച് പുഷ് ചെയ്തതിന് ശേഷം മാത്രം ഇത് വലിച്ച് മുകളിലേക്കാക്കി ആ ലോക്കിനകത്തേക്ക് കടത്തി വെക്കണം. പിന്നെ കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ആ ബ്രേക്ക് ഷൂവിൻ്റെ അടിഭാഗം, അടിയിലൊരു ചെറിയൊരു സ്റ്റോപ്പർ വരുന്ന ഒരു ഭാഗമുണ്ട്. 2 ബ്രേക്ക് ഷൂവും ആ സ്റ്റോപ്പറിലാണ് നിർത്തേണ്ടത്. പിന്നീടാണ് അവിടെ ആ ചെറിയ സ്പ്രിങ് ഇട്ട് വയ്ക്കേണ്ടത്. അടിയിൽ ഇവിടെ ആ കാണുന്നതാണ് അതിൻ്റെ സ്റ്റോപ്പർ. ആ 2 ചെറിയ ഹോള് കാണുന്നിടത്ത് നമ്മൾ സ്പ്രിങ് ഇട്ടിട്ട് ടൈറ്റാക്കി നിർത്തേണ്ടത്. കാണാൻ പറ്റുന്നുണ്ടോ? അതിൽ കാണുന്നതാണ് ആ 2 ചെറിയ ഹോള്. ആ സെൻറ്ററിൽ കാണുന്നതാണ് സ്റ്റോപ്പർ. അപ്പോൾ ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ വരുന്നത് ഈ ബ്രേക്ക് ഷൂവിൻ്റെ ഉള്ളിലാണ്. അത് ഉള്ളിലാക്കിയിട്ട് വേണം നമ്മളത് സെറ്റ് ചെയ്യാൻ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പിന്ന് ബാക്കിൽ നിന്ന് തള്ളി ഫ്രണ്ടിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ആ ലോക്ക് വെച്ചാണ് കൊടുക്കണം. ആ ലോക്കായി കഴിഞ്ഞാൽ പിന്നെ ആ ബ്രേക്ക് ഷൂ അവിടെ നിന്ന് അനങ്ങില്ല. അതിന് മുൻപ് ആ ബ്രേക്ക് ഷൂ ചാടി പോരാനുള്ള ഒരു അവസ്ഥയിലായിരിക്കുമല്ലോ.
നമ്മളിങ്ങനെ സ്ക്രൂ ഡ്രൈവർ വയ്ക്കുക. സ്ലിപ്പാവാതെ നമ്മളത് തള്ളി പിടിച്ചുകൊണ്ട് ബാക്കിൽ നിന്ന് പിന്നെ ഒന്ന് തിരിച്ചു കൊടുത്തതിന് അത് ലോക്കിലേക്ക് വീഴും. ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കത് ഒരു പ്ലെയർ വെച്ചിട്ട്, ഒരു നോസ് പ്ലെയറോ അത് സാധാരണ പ്ലെയറോ വെച്ചിട്ട് നമ്മൾക്കത് ചെയ്യാനുള്ളതുള്ളൂ. പ്രത്യേകിച്ച് അത്ര ഒരു ജസ്റ്റ് ഒരു കുറച്ചൊന്ന് ബലം കൊടുത്തൊന്ന് തള്ളി വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ളതുള്ളൂ. ഈ അഴിക്കണത് എല്ലാം നമ്മളെപ്പോഴും നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്, മാറിപ്പോകാതിരിക്കുക. ഇനിയാണ് നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ ആ ഒരു അഡ്ജസ്റ്റ് ചെയ്യണ ഒരു അഡ്ജസ്റ്റർ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ബ്രേക്ക് ഷൂവിൻ്റെ ബ്രേക്ക് കൂട്ടാനും കുറയ്ക്കാനായിട്ട് നമ്മൾ വെക്കണ ഒരു ഇത്, അത് അതിൻ്റെ ഉള്ളിൽ ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ആ ചാടി പോകുന്നത് ഇപ്പോൾ പുറത്തേക്ക്. അപ്പോൾ അത് നമ്മൾ കണ്ടേ കാണുന്നതാണ്. അതിൻ്റെ സെൻറ്ററിൽ കാണുന്ന ഒരു വീലാണ്. അതിൽ നമ്മൾ മുകളിലേക്ക് ടൈറ്റും താഴത്തേക്ക് ലൂസുമാണ് അത് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്യണം, അത് അങ്ങോട്ട് സെറ്റ് ചെയ്യണം അതിനകത്തേക്ക്. അതിൻ്റെ ഒരു ഭാഗം ഇടത്തെ സൈഡിലുള്ള അവിടെ ഒരു ചെറിയൊരു പൊടി പോലെ ഉണ്ട്, അതിനകത്തേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളൂ. അതൊരു ലോക്കും കൂടിയാണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വലത്തെ സൈഡിൽ നമ്മൾ അത് ഇങ്ങനെ കാണാനൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. ആ സ്പ്രിങ്ങിൻ്റെ നേരെ ബാക്കിലായിരിക്കും അത്. സ്പ്രിങ്ങിൻ്റെ നേരെ ബാക്കിലാവുമ്പോഴാണ് നമുക്ക് കാണാനൊരു പ്രയാസം. പകലായിരുന്നെങ്കിൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റിയാണ്. ആ കാണുന്നതാണ് സംഭവം. ആ സ്പ്രിങ്ങിൻ്റെ അടിയിൽ അതിൽ ആ ഒരു പൊഴി പോലെ ഇരിക്കുന്ന ഭാഗം ഉണ്ട്. ഇതിന് ഒരു എച്ച് പോലെ വന്ന അതിൽ ഒരു കാലിന് നീളം കുറവും ഒരു കാലിന് നീളം കൂടുതലുമാണ്. അപ്പോൾ നമ്മൾ ആ നീളം കുറഞ്ഞ ഭാഗം ബാക്ക് സൈഡിലേക്ക് ഫ്രണ്ടിൽ ഉള്ളിലേക്ക് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്തൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ നേരെ കറക്റ്റായിട്ട് അപ്പുറത്തേക്ക് വെക്കോളും. ഒന്ന് ബലം പിടിച്ച് ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അതകത്തേക്ക് കയറി പൊക്കോളും. അപ്പോൾ അതിനിടയ്ക്ക് ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും അതാണ് ഒന്ന് കാണാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ ചെറിയൊരു ലാഗ് വന്നത്. ആ വീലാണ് നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ആ വീല് ലോക്കായിട്ടിരിക്കാനായിട്ട് ഒരു ലോക്ക് ഉണ്ട്, ഒരു ചെറിയൊരു ക്ലാമ്പ് പോലത്തെ ഒരു ഇതുണ്ട്. ഇത്
അതതിൻ്റെ ഒരു ലോക്കാണ്. അതായത് നമ്മൾ ടൈറ്റാക്കി വെച്ച് കഴിയുമ്പോൾ അത് വീണ്ടും ലൂസായി പോകരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ലോക്കാണത്. അത് ആ ലെഫ്റ്റ് സൈഡിലുള്ള ബ്രേക്ക് ഷൂവിൻ്റെ സ്പ്രിങ്ങിൻ്റെ താഴെയായിട്ട് ഒരു ചെറിയൊരു ഹോളുണ്ട്. ആ ഹോളിൽ അതിൻ്റെ ഒരു കാലിറക്കി വെക്കുക. എന്നിട്ട് അഡ്ജസ്റ്ററിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. അതിനകത്തേക്ക് തന്നെ ആ ലോക്കിൻ്റെ ഒരു ഭാഗം കൂടി ഇറക്കി വെക്കണം. ആ അഡ്ജസ്റ്ററിൻ്റെ സൈഡിൽ ബാക്കി ഭാഗം ഇപ്പുറത്ത് ലോക്കിൻ്റെ മുകളിൽ വന്നിരിപ്പുണ്ടാവും. അത് കറക്റ്റായിട്ട് അതിൻ്റെ മുകളിൽ വന്നിരിക്കും. ഇത്രയും ഈ രണ്ട് കാര്യം നമ്മൾ ചെയ്യുമ്പോഴേക്കും ബാക്കി അവിടെ സെറ്റായിട്ടുണ്ട്. അഡ്ജസ്റ്റർ ഒന്ന് ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു സ്പ്രിങ് ഉണ്ട് ആ സൈഡിൽ, ആ ചെറിയ സ്പ്രിങ്. കാലിന് നീളം കൂടിയ സ്പ്രിങ് അഡ്ജസ്റ്ററിൻ്റെയാണ്. അത് വെച്ചിട്ടൊന്ന് വലിച്ച് ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നോളൂ. ഒരെണ്ണം ബ്രേക്ക് ഷൂയിലും ഒരെണ്ണം അഡ്ജസ്റ്റ് ചെയ്യണ ആ ഇത് അഡ്ജസ്റ്ററിൻ്റെ ലോക്ക് ഉണ്ട്, ഒരു ക്ലാമ്പ്. ആ ക്ലാമ്പയിലും കൂടി വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ടൈറ്റായിട്ടിരിക്കും. ശ്രദ്ധിച്ചിടണം, ചിലപ്പോൾ അത് കയ്യിൽ നിന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ തെറിച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അത് കൂടുതൽ നോസ് പ്ലെയർ വെച്ചിട്ട് പിടിക്കാനായിരിക്കും എളുപ്പം. അപ്പം അങ്ങനെയുള്ള ടൂളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ അത് ഓക്കെ ആയി. ഇതിപ്പോൾ ആ ലോക്കിലാണ് വീണത്. ഈ പഴക്കമുള്ളത് കൊണ്ടേ കുറച്ച് ഹാർഡായിട്ടുണ്ട്, സ്പ്രിങ് അല്ല. ഇനി താഴെയുള്ള ബ്രേക്ക് ഷൂ തെറിച്ച് പോകാതിരിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സ്പ്രിങ് ആണത്. അതും ഇതുപോലെ തന്നെ ബാക്കിൽ നിന്നാണ്. ബാക്കിൽ നിന്ന് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് വന്നിട്ട് എളുപ്പത്തിന് വേണ്ടി അങ്ങനെ ഒന്നും ചെയ്യരുത്. ബാക്ക് സൈഡിൽ നിന്ന് തന്നെ ഒരു ഹോളിൽ നമ്മളത് ഇടുക. എന്നിട്ട് രണ്ടാമത്തത് ഞാൻ ഇവിടെ ആ കയറ് തന്നെയാണ് ഉപയോഗിച്ചേക്കണത്. കയറിട്ടിട്ട് വലിച്ച് പിടിക്കുക. നോസ് പ്ലെയർ വെച്ചിട്ട് ആ ലോക്കിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നമ്മൾക്ക് വണ്ടി ഇത്തിരി ഹൈറ്റ് കുറവായതുകൊണ്ടും വെളിച്ചത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇത്രയൊന്നും സ്ലോ ആവില്ല, പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ടും ഇതൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇത് ചെയ്യണ സമയത്ത് ഫ്ലൂയിഡൊക്കെ തള്ളി പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡ്രമ്മ് വെച്ചതിന് ശേഷം മാത്രം ഫ്ലൂയിഡിൻ്റെ വർക്കുകൾ ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം വലിയ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഡ്രം വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴേക്കും ബ്രേക്കിൻ്റെ നമ്മൾ ബ്രേക്ക് ഷൂ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചിട്ടേക്കണമായിരുന്നു. അപ്പോൾ നമ്മളത് കുറച്ചും കൂടി അതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്തു. ബ്രേക്ക് കുറച്ച് പെഡലായി കഴിഞ്ഞു. പെഡലായപ്പോഴാണ് നമ്മൾ ഇത് അടച്ചേക്കണത്, ഡ്രമ്മ് വെച്ച് അടച്ചത്. ഭയങ്കര ഫ്രീ ആയിരുന്നു. നമ്മൾ ആ ബ്രേക്ക് നേരത്തെ അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ലൂസാക്കി വെച്ചേക്കണമായിരുന്നു. അതുകൊണ്ടാണത് പെട്ടെന്ന് കറങ്ങിയത്. അപ്പോൾ നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് നമ്മളൊന്ന് ബ്രേക്ക് ഒന്ന് നോക്കുക. എന്നിട്ട് അടച്ചതിന് ശേഷം മാത്രം ഫ്രണ്ടിൽ നിന്ന് ബ്രേക്ക് ഔട്ട് നോക്കാം. അപ്പോൾ എളുപ്പമാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ടൂൾസൊക്കെ ഉള്ളവർക്കും കുറച്ച് ക്ഷമയും നമ്മളുടെ വണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളവർക്ക് മാത്രം ചെയ്താൽ മതി. അല്ലാത്തവർക്ക് അത് വർക്ക്ഷോപ്പിൽ കൊടുക്കാവുന്നതാണ്. താങ്ക് യു.